രംഗം ഒന്ന്, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, ഹണി റൂഫ് തമ്മിലുള്ള വിഷയം. ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ തമ്പുരാനായ ബോച്ചെ പലയിടത്തും ഇൻ്റർവ്യൂവിലൊക്കെ ഹണി റൂഫിനെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു എന്ന് ഹണി റൂഫിൻ്റെ പരാതിയുടെ പുറത്ത് പോലീസ് കേസെടുക്കുന്നു. ബോച്ചെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഹണി റൂഫിന് സപ്പോർട്ടുമായിട്ട് മുന്നേ നിൽക്കുന്നു. ഞാനും മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെയും സപ്പോർട്ട് ഹണി റൂഫിന്, ആ വിഷയത്തിന് ഹണി റൂഫിന് തന്നെയാണ്. കാരണം ബോച്ചയുടെ ചില നിലപാടുകൾ, അദ്ദേഹം പുതിയനങ്ങൾക്ക് കയ്യടി നേടിയെന്നുണ്ടെങ്കിലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പലപ്പോഴും നിരന്തരമായി ഹണി റൂഫിൻ്റെ പേരുകൾ പല ഇൻ്റർവ്യൂവിലും പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പ്രവണതയാണെന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ, എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇന്നലെ രണ്ടാം ഘട്ടം കഴിഞ്ഞ് ഹണി റൂഫ് പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബോച്ചെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുവരെ ഒന്നാം ഘട്ടം തീർന്നു. രണ്ടാം ഘട്ടത്തിൽ പെട്ടെന്ന് ബോച്ചയ്ക്ക് സപ്പോർട്ട് കുറവാണല്ലോ. കാരണം സോഷ്യൽ മീഡിയ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായി ബോച്ചയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും പ്രത്യാഘാത ആരോപണങ്ങളുമൊക്കെയായിട്ട് എല്ലാവരും വന്നു. കാരണം വളരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും വിമർശിച്ച് തന്നെയാണ്. ഹണി റൂഫിനോടൊപ്പം തന്നെയാണ് കേരള സമൂഹം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്നലത്തെ രണ്ടാം ഘട്ടം ഈ ബോച്ചയോടൊപ്പം നിൽക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമോ എന്ന് ഭയപ്പെട്ടുന്ന സമയത്താണ് ആ രക്ഷകൻ അവതരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ രക്ഷകൻ ഏത് വിഷയത്തിലും തൻ്റേതായ നിലപാടുമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പമല്ല അദ്ദേഹം. ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ പറയുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെടും മാധ്യമങ്ങളിൽ. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം നിന്നു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ഒരു വശത്ത് മാറി നിൽക്കാം. ഇപ്പം ഹണി റൂഫിനോട് ഈ വിഷയത്തിൽ ഹണി റൂഫിനോടൊപ്പമാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പക്ഷം തീർന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് സേഫായിട്ട് വലിയ പരിക്കില്ലാതെ അവിടെ നിന്ന് പോകാം എന്നുള്ളതാണ് ഭൂരിപക്ഷം ആൾക്കാരും എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. പക്ഷേ ഇതിനെതിരാണ് പലപ്പോഴും ഈ ഒഴുക്കിനെതിരെ നീന്താനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കാറുള്ളത്. ഞാൻ ആ കാര്യത്തിൽ രാഹുൽ ഈശ്വരനെ അഭിനന്ദിക്കുന്നത്. കാരണം രാഹുൽ ഈശ്വരൻ്റെ എല്ലാ നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യങ്ങളും പഠിച്ചാണ് പറയുന്നത്. ഇപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളുടെ പ്രശ്നം വരുമ്പോൾ അതിന് തെറ്റും ശരിയൊന്നും സാധാരണ നോക്കാറില്ല. അവർ സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കും. ഭൂരിപക്ഷ ഈ ബുദ്ധിപരമായി സാംസ്കാരികമായി ഉന്നതി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പരിക്ക് പറ്റാതെ അവരും സ്ത്രീകളുടെ പക്ഷം നിൽക്കും. സ്ത്രീകളുടെ പക്ഷം നിൽക്കാനായിരിക്കും താല്പര്യം കൂടുതലുണ്ടാകും. കാരണം സ്ത്രീപക്ഷപാതിയാവണമെന്ന് പറയുവാണെങ്കിൽ പൊതുവെ ഒരു സമൂഹത്തിലൊരു എന്തോ വിലയും നിലയുമുള്ള വ്യക്തിയാണെന്നൊരു തോന്നലുണ്ടാകും എന്നുള്ള. പിന്നെ വലിയ പരിക്കൊന്നും പറ്റത്തില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പലപ്പോഴും ഈ വേട്ടയാടാൻ പറ്റിയൊരു മൃഗമായിട്ട് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ വിഷയത്തിൽ, അങ്ങനെ പല വിഷയത്തിലും രാഹുൽ ഈശ്വർ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹണി റൂഫിൻ്റെ വിഷയത്തിൽ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ കാണുന്ന പോലെ ട്വിസ്റ്റ് സംഭവിച്ചു. ഹണി റൂഫിനെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഹണി റൂഫിൻ്റെ ഡ്രസ് പലപ്പോഴും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബോച്ചയുടെ വിഷയത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ മാറ്റിവെച്ചത്. അത് പക്ഷേ രാഹുൽ ഈശ്വറിന് കൃത്യമായിട്ട് മറുപടിയുമായിട്ട് രാവിലെ തന്നെ ഹണി റൂഫ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഞാൻ അതൊന്ന് വായിക്കാം. രാഹുൽ ഈശ്വറിന് മറുപടിയുമായിട്ട് ഹണി റൂഫ് പറഞ്ഞ മാന്യമായ ഭാഷ തന്നെയാണ് നമ്മുടെ ഹണി റൂഫ് ഉപയോഗിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വറും മര്യാദയുടെ കടമ്പകളൊന്നും കടക്കാതെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഹണി റൂഫ് രാഹുൽ ഈശ്വറിൻ്റെ പേര് സംബോധന ചെയ്തുകൊണ്ടാണ് മറുപടി വന്നത്. അതിനെതിരായിട്ട് രാഹുൽ ഈശ്വറും മറുപടിയുമായിട്ട് വന്നു. നമുക്കതൊന്ന് കേൾക്കാം. രാഹുൽ ഈശ്വർ തങ്ങളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഏകപക്ഷീയമായ ഒരു ചർച്ച
അത് പലപ്പോഴും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നിർത്തിയാണ് പലപ്പോഴും അത് രണ്ട് സൈഡുള്ള ചർച്ചയായിട്ട്. ചർച്ച എന്ന് പറയുന്ന രണ്ട് സൈഡും വേണ്ടായിരുന്നു. പലപ്പോഴും പല ചർച്ചകളിലും രാഹുൽ ഈശ്വർ മാത്രമല്ല, ഒരു വശത്ത് ഈ അവതാരകരും ബാക്കിയുള്ള വിഷയങ്ങളും എല്ലാം മറുസൈഡിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ എതിരെ നിരന്തരം ആശയവിനിമയം ഉന്നയിക്കുമ്പോഴും വീറും വാശിയോടും നിൽക്കുന്ന രാഹുൽ ഈശ്വറിനെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ലെങ്കിലും പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുമാണ്. അപ്പം അണിറോഫ് പറഞ്ഞല്ല, ഇത് ഞാൻ പറഞ്ഞത്. അപ്പം പ്രസക്തി അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിൻ്റെ അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തിലൂടെ രാഹുൽ നിൽക്കും. അത് കറക്റ്റാണ്. കാരണം ഭാഷ വളരെയധികം നല്ല ഭാഷ പ്രയോഗിക്കുന്നത് രാഹുൽ ഈശ്വറാണെന്ന് എനിക്ക് തോന്നുന്നു. മാന്യമായ ഭാഷ. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നൊരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമാന്യമായ ഭാഷാജ്ഞാനം കൊണ്ട് ഭാഷാ നിയന്ത്രണങ്ങൾ കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. അത് കൃത്യമായ കാര്യമാണ്. കാരണം ഇന്നലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് നമ്മുടെ ബോച്ചെ പിന്നെ ഹണിറോഫിനെ പലപ്പോഴും അപമാനിച്ചു എന്നുള്ളത് നമ്മൾ പലരും പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുള്ളതാണ്. അത് ഞാനൊരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ചർച്ചയിലൂടെ അത് ഹണിറോഫിൻ്റെ നേരെ തിരിച്ചു വെച്ചു എന്നുള്ളതാണ്. ഹണിറോഫിൻ്റെ ഡ്രസ്സ് കോഡ് ശരിയല്ല, ഡ്രസ്സ് ചെയ്യുന്ന വിധം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു രണ്ട് വശത്തോട്ട് മാറ്റിവെച്ച രാഹുൽ ഈശ്വറിൻ്റെ ആ ബുദ്ധി ആണ് ഹണിറോഫ് എടുത്ത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ വേറെ ചില വിമർശനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയാകാതിരുന്നത് നന്നായി ഹണിറോഫ് പറയുന്നതാണ്. കാരണം അദ്ദേഹം ഒരു പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് തന്നെ ഉണ്ടാക്കിയേനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തേ ഉള്ളൂ. എല്ലാവരും ഇന്ന വസ്ത്രം ധരിക്കണമെന്നൊന്നുമില്ല. പല ക്ഷേത്രങ്ങളിൽ ഇപ്പം പുരുഷന്മാർ ഷർട്ടിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം തുടങ്ങിയതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ക്ഷേത്രങ്ങൾ അപ്പം പള്ളികളിലായാലും എല്ലാ വസ്ത്രവും ധരിച്ചുകൊണ്ട് പോകാൻ പ്രത്യേകിച്ച് എന്താ പറയുന്നത് അങ്ങനെ ആരും ചെയ്യാറില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും മാന്യമായ വസ്ത്രം എന്നുള്ളത് എന്താണെന്നുള്ളതിനെയും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് പറയാനറിയില്ല. കാരണം ഓരോ വ്യക്തികൾക്കും അവർ ചെയ്യുന്ന ഡ്രസ്സ് മാന്യമെന്ന് തോന്നുന്നില്ല. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനൊന്നും തരാൻ എൻ്റെ കൈവശമില്ല. ഇനി ബാക്കിയും കൂടെ കേൾക്കാം. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജ ചെയ്യും. അത് ഞാൻ വായിച്ചാണെന്ന്. എന്നാലും അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടായാൽ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാൽ ആണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. അത് രാഹുൽ ഈശ്വറിന് ഇട്ടൊരു കൊട്ടാണ്. രാഹുൽ ഈശ്വറിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഭാരം. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും തങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നാണ് അണിറോഫ് പറയുന്നത്. അതും അണിറോഫിനിട്ടൊരു ഈ രാഹുൽ ഈശ്വറിന് ഇട്ടൊരു കൊട്ടാണ്. എപ്പോഴെങ്കിലും തങ്ങളുടെ മുമ്പിൽ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാകാം. ഞാൻ നല്ല വസ്ത്രം ധരിച്ച് വരാം, തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നല്ല വസ്ത്രം ധരിച്ച് വരാം എന്നാകാം. അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അത് നേരിടാൻ തയ്യാറായി വരാം എന്നും ഉദ്ദേശമുണ്ട്. രണ്ട് രീതിയും ചിന്തിക്കുക അല്ലേ. ഏതായാലും അത് രാഹുൽ ഈശ്വറിന് പ്രത്യക്ഷമായി തന്നെ ഇട്ടൊരു പൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഓഫിൻ്റെ വാർത്താക്കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അല്പം കൂടെ
സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം എന്ന് തോന്നുന്നു. ഇത് പക്ഷേ കാച്ചിക്കുറുക്കിയ വരികൾ തന്നെയാണ്. ഭാഷാ നിയന്ത്രണത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രം കാണുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വറിനെ ഇട്ട് കൊട്ടുവടി വെച്ച് കൊടുക്കുന്നതല്ലേ, ആ സാധനം തന്നെയാണ് എന്ന് തോന്നുന്നു. പക്ഷേ മാന്യമായ ഭാഷ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് വലിയ തെറ്റൊന്നും പറയാൻ കാണുന്നില്ല. കാരണം ഈ സംവാദം, ചർച്ചകൾ എന്നൊക്കെ പറയുന്ന മാന്യമായ രീതിയിലാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ബഹളം വെച്ച് ഒന്നും ആകരുത്. അപ്പം ഇത് അണിറോഫിൻ്റെ ഈ മറുപടിക്ക് ബദലായിട്ട് രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. രാഹുൽ ഈശ്വറിന്റെ മറുപടി എന്ന് കേട്ടു. എന്നാൽ അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണിറോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണിറോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണിറോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണിറോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണിറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണിറോസ് അറിയണമെങ്കിൽ ഹണിറോസിനെ ബഹുമാനപുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണിറോസിന് സമൂഹ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അവരോട് വളരെ ബഹുമാനപുരസരം സൂചിപ്പിക്കാനും. അപ്പൊ കൃത്യമായിട്ട് ചർച്ച വഴിതിരിച്ചു വിട്ടേക്കാണ് രാഹുൽ ഈശ്വർ. ഞാൻ പറഞ്ഞില്ലയോ, രണ്ടുപേരും മാന്യമായ ഭാഷ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് അവർ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷങ്ങളും ഹണിറോഫ് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്ന അവരുടെ ഇഷ്ടമാണെങ്കിലും അത് കാണുന്നവർക്കും കൂടെ തോന്നും. ഞാൻ ആരുടെയും ഈ വസ്ത്രം ധരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഒന്നും ഹനിക്കുന്നൊന്നുമില്ല. കാരണം എനിക്കെന്താണ് വസ്ത്രം ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവരെ ആ നല്ല രീതിയിൽ നോക്കി കാണണമെന്നൊന്നുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരെ പരോക്ഷമായിട്ട് വിമർശിക്കാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടേതായ രീതിയിൽ നിന്ന് വിമർശിക്കാം. അല്ലാതെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്നിരുന്ന് അസഭ്യമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നത് നല്ല ശീലമല്ല. അവരുടെ മുന്നിൽ നിന്ന് അവരെ അശ്ലീലമായിട്ട് സംസാരിക്കുക, അതൊക്കെ നല്ല ശീലമല്ല. പക്ഷേ കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. ഇന്ന ഇത് നമുക്ക് തോന്നാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് അവർ ധരിക്കുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവരും തന്നെ കാണുന്നവർക്ക് അത് അഭിപ്രായം പറയാനുള്ള സാധനമുണ്ട്. അത് അഭിപ്രായം എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ചെന്ന് പറയുന്നതല്ല. അഭിപ്രായം രണ്ട് രീതിയിലാണ്. നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അഭിപ്രായം പറയാം, നമ്മളോട് തന്നെ പറയാം, അല്ലേ? മോശം എന്ന് നമുക്ക് ചിന്തിക്കാം. അതേ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരുടെ മുന്നിൽ പോയി സോഷ്യൽ മീഡിയ കയറി മൊത്തം അവരെ തെറി പിടിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അണിറോഫുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടന വേദികളിലൊക്കെ അണിറോഫ് അങ്ങനെ ഇപ്പം അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാകാം. ഞാനും അതിനും എതിര് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ കൂടുതൽ അവർ ഉദ്ഘാടനത്തിനാണ്. ഏറ്റവും കൂടുതൽ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അണിറോഫാണ്. അവരവിടെ എല്ലാം പങ്കെടുക്കുന്നത് ഇപ്പം എന്താ പറയുന്നത്, ഈ പറയുന്ന പർദ്ദയൊക്കെ ഇട്ട് അണിറോഫ് ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര പേര് കൂടുമെന്നുള്ളത് നമ്മൾ നോക്കി കാണണം. ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആൾ കൂടുന്നുണ്ടെങ്കിൽ അത് അണിറോഫിനെ ഇഷ്ടപ്പെടുന്നവരും അണിറോഫിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ആകാം, അല്ലേ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം രാഹുൽ ഈശ്വറും അണിറോഫും തമ്മിലുള്ള ഈ പ്രശ്നത്തിനിടയിൽ ബോച്ച നടത്തിയ അശ്ലീലമായ പരാമർശങ്ങൾ ഇതിനിടയിൽപ്പെട്ട് അങ്ങിപ്പോയായിരുന്ന നല്ലത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കാര്യം തുടങ്ങും, പക്ഷേ അത് ചെന്ന് നിൽക്കുന്ന വേറെ തലത്തിലായിരിക്കും.
അതുതന്നെയാണ് ഇപ്പം ബോച്ചയുടെ സംസാരത്തിൽ നിന്ന് തുടങ്ങിയ കാര്യം ഇപ്പം അണിറോഫിൻ്റെ വാസ്തവത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പം രാഹുൽ ഈശ്വരും മാന്യമായ ഭാഷയിൽ ചർച്ചകളാകാം എപ്പോഴും ഞാൻ പറയുന്നത്. അത് നടക്കട്ടെ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.